വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. നാം തുടർച്ചയായ ഞായറാഴ്ചകളിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണ് വിചിന്തനം ചെയ്യുന്നത്. കാരണം നിത്യജീവന്റെ അപ്പത്തെപ്പറ്റി ക്രിസ്തുനാഥൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതും നിരന്തരമായ വിചിന്തനത്തിന് വിധേയമാക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സന്ദേശമാണ്. ഒരു പരിധിവരെയൊക്കെ 6-ാം അധ്യായത്തിൽ നിന്ന് മുന്നിലേക്കും പിന്നിലേക്കും യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു വയ്ക്കാനായിട്ട് ക്രിസ്തുനാഥൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശുനാഥൻ തൻ്റെ ജീവൻ നമുക്കായി നൽകുകയും നമ്മുടെ ജീവനെ സമുദ്ധരിക്കുകയും ചെയ്തു. യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നിടത്ത് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ് ആമുഖം തുടങ്ങുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മോടുകൂടെ വസിച്ചു, അവിടുത്തെ മഹത്വം നാം ദർശിച്ചു. നാം ഇന്നത്തെ സുവിശേഷം മനസ്സിലാക്കുമ്പോൾ ഒന്നാം വായന ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്നാം വായനയിൽ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഒരു ക്ഷണമുണ്ട്, ഭക്ഷിക്കുവാനായി. അവിടെ ജ്ഞാനം ക്ഷണിക്കുന്നത് യഥാർത്ഥ ജീവന്റെ അപ്പം ഭക്ഷിക്കാനാണ് ക്ഷണിക്കുന്നത്. യഹൂദരുടെ പാരമ്പര്യത്തിൽ യഹൂദർ സ്വർഗത്തിന്റെ അപ്പമായി പരിഗണിച്ചിരുന്നത് അവരുടെ നിയമത്തെയാണ്, തോറയാണ്. ദൈവത്തിന്റെ വചനമാണ് ഒരു മനുഷ്യന്റെ ജീവന്റെ അപ്പമായി നിലകൊള്ളുക. ശരീരത്തിന്റെ അപ്പമായി നിലകൊള്ളുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ജീവന്റെ നിലനിൽപ്പിന് ഭോജനമായി തീരുന്നത് ദൈവവചനമാണ്, ദൈവത്തിന്റെ സന്ദേശമാണ്. അതിനേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് യഹൂദ ജനത ജീവിച്ചത്. നമ്മൾ നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ്, അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്തതയും ഔന്നത്യവും ദൈവം അവർക്ക് നൽകിയ വചനമാണ്. ആ വചനത്തോടുള്ള വിശ്വസ്തത അവരുടെ ജീവിതത്തിന് നിലനിൽപ്പായി രൂപാന്തരപ്പെടും. വചനം പാലിക്കാത്ത മനുഷ്യരൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടുകയും വചനം പാലിക്കുന്നവർക്ക് ദൈവം സമൃദ്ധമായി സന്താന പരമ്പര വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. ഇന്ന് വായിക്കുന്ന സുവിശേഷത്തിൽ യേശുനാഥൻ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എന്നാൽ അവരെല്ലാം മരിച്ചു. മന്ന ശരീരത്തിന്റെ ഭോജനമാണ്, അത് ആത്മാവിന്റെ ഭോജനമല്ല. ശരീരത്തിന്റെ ഭോജനമായതുകൊണ്ട് തന്നെ മന്ന ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കൊണ്ടു നടക്കുമ്പോൾ യേശുനാഥൻ അത് തിരുത്തുകയാണ്. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവന്റെ ഭോജനം അത് അവരൊരിക്കലും മറന്നു കളയാൻ പാടില്ലാത്ത ദൈവവചനമാണ്. എല്ലാ കാലത്തും ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട, എല്ലാ കാലത്തും വിധേയത്വത്തോടുകൂടെ കാത്തു സൂക്ഷിക്കേണ്ട ദൈവവചനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ മന്ന എന്ന് പറയുന്ന കാര്യത്തെ യഹൂദ ജനത ഇത്രയേറെ ഔന്നത്യത്തോടുകൂടി കരുതുകയും അവരുടെ വാഗ്ദത്ത പേടകത്തിൽ അവർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായും അനുഗ്രഹത്തിന്റെ അടയാളമായി കൂടെ കൊണ്ട് നടക്കുന്ന മന്നയെ യേശുനാഥൻ നിഷേധിക്കുന്നത് ഒരു അനുഭവത്തെ അല്ല, യേശുനാഥൻ നിഷേധിക്കുന്നത് ദൈവസാന്നിധ്യത്തെയുമല്ല, മറിച്ച് മന്നയേക്കാൾ പ്രധാനപ്പെട്ടത്, ശരീരത്തിന്റെ ഭോജനത്തെക്കാൾ പ്രധാനപ്പെട്ടത് ആത്മാവിന്റെ ഭോജനമായതുകൊണ്ടും നിയമമായതുകൊണ്ടും തന്നെയാണ് യേശുനാഥൻ പറയുന്നത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അപ്പം നൽകുന്നത് എൻ്റെ പിതാവാണ്. പിതാവ് നിങ്ങൾക്ക് നൽകിയ അപ്പം ഈ നിയമമാണ്, തൻ്റെ വചനമാണ്. വചനം മാംസമായി നമ്മോടുകൂടെ വസിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനതയ്ക്ക് വചനം അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്തത തീരുമാനിക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ, അവരുടെ ജീവനെ പരിപോഷിപ്പിക്കുന്ന, ജീവന്റെ നിലനിൽപ്പിന് കാരണമായി തീരുന്നത് വചനമായിരുന്നുവെങ്കിൽ, ആ വചനമാണ് മാംസമായി നമ്മോടുകൂടെ വസിച്ചത്. ഈ വചനം തന്നെയാണ്, ഈ മാംസം തന്നെയാണ് നാം ഭോജ്യമായി സ്വീകരിക്കേണ്ടത്. പറഞ്ഞു വയ്ക്കുന്ന കാര്യത്തിന്റെ പൊരുൾ, ആദ്യം മുതലുള്ള വചനത്തിന്റെ പൊരുൾ വളരെ വ്യക്തതയോടുകൂടെ യേശുനാഥൻ ഇവിടെ കാച്ചിക്കുറുക്കി പറയുന്നുണ്ട്. ആദിയിലെ വചനം, യോഹന്നാന്റെ സുവിശേഷം പറയുന്നതനുസരിച്ച്
ആദിയിലെ വചനം, ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനം മാംസം ധരിച്ച് നമ്മോടുകൂടെ വസിച്ചു. ഈ മാംസം ഇസ്രായേൽ ജനത നിയമമായി തങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായും നിലനിൽപ്പിനും കാരണമായി അവർ കൊണ്ടു നടന്നിരുന്ന തോറ, നിയമം, അതാണ് മാംസമായി മാറിയത്. ഇസ്രായേലിന്റെ ജീവനെ പരിപോഷിപ്പിച്ച വചനം മാംസമായി നമ്മോടുകൂടെ വസിച്ചു. ആ മാംസം തന്നെ കൂദാശയായി കുർബാനയായി രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവനെ വസിക്കുന്നവൻ നിത്യം ജീവിക്കും, അവനെ ഭോജിക്കുന്നവൻ നിത്യം ജീവിക്കും, അവന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കുമെന്ന് പറയുന്ന സമയത്ത് രണ്ട് അർത്ഥങ്ങൾ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവൻ പറഞ്ഞതും പഠിപ്പിച്ചതുമായ നിയമത്തിന്റെ വഴിയെ നടക്കുക എന്നുള്ളത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാന പ്രമാണമാണ്. അതോട് ചേർന്ന് തന്നെ അവൻ നമുക്കായി സ്ഥാപിച്ച നിത്യ പെസഹ, പരിശുദ്ധ കുർബാന, കൂദാശ, അത് നിന്റെ ആത്മാവിന് ഈ ഭൂമിയിലുള്ള പാഥേയം തന്നെയാണ്. നീ നടന്നു നീങ്ങുന്ന ഈ വഴിയിൽ നിനക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ശക്തിയുള്ള സങ്കേതമാണ് കുർബാന. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഭോജ്യങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യരുത്. മുന്നേ കൂട്ടി പറഞ്ഞു വയ്ക്കുന്ന ഒരു വാചകം നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. ആദ്യം തന്നെ ഈ ചർച്ച ആരംഭിക്കുന്നിടത്ത് പറഞ്ഞു വെച്ച കാര്യം ഇതാണ്: നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിച്ചു വന്നത്. യഥാർത്ഥത്തിൽ അപ്പമല്ല, അപ്പത്തിലല്ല തൃപ്തി കണ്ടെത്തേണ്ടത്, ശരീരത്തിന്റെ ഭോജനത്തിലല്ല തൃപ്തി കണ്ടെത്തേണ്ടത്. അതേ വാചകം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. തുടങ്ങി വെച്ചെടുത്ത് പറഞ്ഞ അതേ വാചകം തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിട്ട് പറയുന്നത്: മരുഭൂമിയിൽ വെച്ച് പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചുപോയി. ശരീരത്തിന്റെ അപ്പം ഭക്ഷിച്ച മനുഷ്യരൊക്കെ മരിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ അപ്പത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത മനുഷ്യരൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിതാക്കന്മാർ ഭക്ഷിച്ചത് മന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അനുഗ്രഹത്തിന്റെ അപ്പമായിരുന്നെങ്കിൽ പോലും അത് ശരീരത്തിന്റെ അപ്പമായിരുന്നത് കൊണ്ട് അത് കഴിച്ചവരും മരിച്ചു. പക്ഷെ ആരൊക്കെ നിയമം പാലിച്ചുവോ, ആദ്യം മുതൽ ആരൊക്കെ നിയമം പാലിച്ചുവോ അവരൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ പറയുന്നത്, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നും മരിച്ചിട്ടില്ല എന്നൊരു ഉറപ്പ് നൽകുന്ന ഒരു വചനം കൂടി യേശുനാഥൻ പറഞ്ഞു വയ്ക്കുമ്പോൾ, വചനം പാലിച്ചവർ നിത്യം ജീവിക്കുകയും ശരീരത്തിന്റെ ഭോജനവും കൊണ്ട് മുന്നോട്ട് നടന്ന മനുഷ്യർ അവസാനിച്ചു പോവുകയും ചെയ്ത ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ യേശുനാഥൻ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും സുന്ദരമായ സന്ദേശം ഇതാണ്: നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാവിന്റെ ഭോജ്യമായി മാറുന്നത് അവൻ പഠിപ്പിച്ച നിയമങ്ങൾ തന്നെയാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവീക നിയമങ്ങൾ കൃത്യതയോടുകൂടെ യേശുനാഥൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്നു. സ്നേഹത്തിന്റെയും കരുണയുടെയും പുതിയ പാഠം പഠിപ്പിച്ചു തന്നുകൊണ്ട് യേശുനാഥൻ നമ്മോട് ഒരു യാത്രയ്ക്ക് ക്ഷണിക്കുമ്പോൾ ഈ യാത്രയ്ക്ക് ആവശ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. നിന്റെ ജീവിതത്തിന് വഴിവിളക്കായി അവൻ പറഞ്ഞ നിയമവും, നിന്നെ അനുദിനം ആത്മാവിന്റെ പരിപോഷിപ്പിക്കുന്ന കൂദാശയും പരിശുദ്ധ കുർബാനയും നിനക്ക് നിന്റെ ജീവിതത്തിന്റെ യാത്രാ വഴിയിൽ പ്രധാനപ്പെട്ടതാണ്. നിത്യതയിലേക്ക് കടക്കാൻ, ഒരിക്കലും മരിക്കാതെ അവനോടുകൂടി ആനന്ദത്തിൽ പ്രവേശിക്കാൻ ഈ ഭോജ്യം, ആത്മാവിന്റെ ഭോജ്യങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ ബലപ്പെടുത്തിയെടുക്കാൻ പരിശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.